ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന, ഓവൻ ഒന്നും ആവശ്യമില്ലാത്ത, കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിമ്പിൾ ഡിസേർട്ട്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്ന ഒരു ഈസി കാരമൽ സോസ് കണ്ടൻസ് മിൽക്ക് വെച്ച് ഉണ്ടാക്കുന്നത്, ആ ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കിടക്കാം. ഈസി നോ ബേക്ക് ഡിസേർട്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ബിസ്ക്കറ്റും ബനാനയും പിന്നെ ഈ കാരമൽ സോസും കുറച്ച് വിപ്പ് ക്രീമും കുറച്ച് ചോക്ലേറ്റും. വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് കൊണ്ട് ഇതുപോലെ ഒരു കാരമൽ സോസ് ഉണ്ടാക്കുന്നതെന്ന്. ആ വീഡിയോ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ആ കാരമൽ സോസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ റെസിപ്പിയിൽ. പിന്നെ വേണ്ടത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ്. ഞാൻ മാറി ബ്രാൻഡ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു 18 എണ്ണം വേണം. വലിയ ബിസ്ക്കറ്റ്സ് അല്ലേ, അതൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊരു സിപ്ലോക്ക് ബാഗിലിട്ടിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ പൊടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രോസസ്സറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഫൈനായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1-1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഈവനായിട്ട് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ബട്ടർ മുഴുവൻ ഒഴിക്കരുത്, പതുക്കെ ഓരോ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ക്രംസിന് മുഴുവൻ ആ ബട്ടർ ഒന്ന് മിക്സായി കിട്ടണം. അവസാനത്തേക്ക് കുറച്ച് ബട്ടർ മാറ്റി വയ്ക്കണം. ഇത് നമ്മൾ ഈ ഒരു കേക്ക് പോലെ ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു ഡിഷ്, ഒരു പൈ ഡിഷ് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേക്ക് പാൻ ആയാലും മതി. അതിൻ്റെ അടിയിൽ നന്നായിട്ട് പ്രസ് ചെയ്യാം, ടൈറ്റായിട്ട് പ്രസ് ചെയ്യണം. ആ എഡ്ജസൊക്കെ ഒന്ന് ഈവനായി കിട്ടണം. ബാക്കിയുള്ള ബട്ടർ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി പാക്ക് ചെയ്ത് ടൈറ്റാക്കി ഈവനാക്കി എഡ്ജസൊക്കെ ഒന്നും ലെവലാക്കി കൊടുക്കാം. ഇത് നമ്മൾ ബേക്കൊന്നും ചെയ്യണില്ല, ഫ്രിഡ്ജിൽ വെക്കാൻ ഉള്ളൂ. അപ്പോൾ ഈ ലെയർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അതൊന്നും ആ ബട്ടറൊക്കെ തണുത്ത് അത് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഓക്കെ അല്ല, അത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇനി നമ്മൾ വിപ്പ് ക്രീം ഉണ്ടാക്കണം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ പാക്ക് വിപ്പിംഗ് ക്രീം എന്തെങ്കിലും ബ്രാൻഡ് എടുത്തിട്ട് അതൊന്ന് നമുക്ക് വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ പല കേക്ക് വീഡിയോസിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിലും ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ റോബസ്റ്റ പഴം പോലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബനാനാസ് വേണം. ഇതുപോലെ 1.5 സെൻറ്റിമീറ്ററിൻ്റെ സ്ലൈസസ് ഒരു 3-4 പഴം വേണ്ടി വരും. അപ്പോൾ ചില്ലി ചെയ്തതിന് ശേഷം, സെറ്റായതിനു ശേഷം ആ ലെയറിൻ്റെ മുകളിൽ നമുക്ക് ബനാന സ്ലൈസസ് ഇട്ട് കൊടുക്കാം. ബനാന സ്ലൈസസ് ഒരുപാട് കട്ടി ആവാനും പാടില്ല, കൂടി പോകാനും പാടില്ല കേട്ടോ. ഇതുപോലെ ഒരു ലെയർ ബനാന സ്ലൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആ കാരമൽ സോസ്, അതിൻ്റെ ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മതി, കൂടുതൽ ഇടരുത്. ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമേ ഇടാവൂ. പിന്നെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്ഡ് ക്രീം വേണം. ഇതിന് ചെറിയൊരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം വേണം. ഒരു 200-250 ml ചെറിയ പാക്കറ്റ് മതി. എന്നിട്ട് നമുക്ക് വിസ്കും നമ്മുടെ ബൗളും ഒക്കെ നല്ല ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഏറ്റവും അടിയിൽ ഞാൻ ഐസ് വെള്ളം അല്ലെങ്കിൽ ഐസ് ഇട്ട ബൗളിൽ ഇത് ഇറക്കി വെക്കാറുണ്ട്. ഒന്നും കൂടി സ്പീഡിൽ അത് വിപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വിപ്പിംഗ് ക്രീമും ഒരുപാട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തിരിക്കണം, എന്നാലേ ഇങ്ങനെ അടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ 200 ml വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ വനില പൗഡറും 1 ടീസ്പൂൺ ഐസിങ് ഷുഗർ. ഒരുപാട് മധുരം വേണ്ട, ലൈറ്റ് ഒരു മധുരം പാടുള്ളൂ ഇതിന്. ഇത് നന്നായിട്ട് അടിക്കുമ്പോൾ ആദ്യം സോഫ്റ്റ് പീക്സ് കിട്ടും. സോഫ്റ്റ് പീക്ക് സ്റ്റേജ് കഴിയുമ്പോൾ കുറച്ച് നേരം കൂടി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സ്റ്റിഫ് പീക്സ് ആവും. ഇതുപോലെ ഫേമായിട്ട് ഒരു വിപ്ഡ് ക്രീം ആവും. ഇത് നമുക്ക് ഇനി കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇരിക്കും. അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇത് വിപ്പ് ക്രീം റെഡി ആയിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇത് നമുക്ക് മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ കാരമൽ സോസ് ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഇട്ട് കൊടുക്കരുത്, നല്ല മധുരമാണ്. അപ്പോൾ ഭയങ്കര ഹെവി ആയി പോകും കൂടിപ്പോയാൽ. വളരെ ഒരു തിൻ ലെയർ, അതിൻ്റെ ചെറിയ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല രസമാണ്. എന്നാൽ കൂടിപ്പോയാൽ ഒരു മട്ടിക്കണ ടേസ്റ്റാണിത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ സ്വീറ്റ് വിപ്പ് ക്രീം മുകളിൽ നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ച് ഡെക്കറേറ്റീവ് ആയിട്ടും ഇട്ട് കൊടുക്കാം. ഞാൻ വെറുതെ ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വളരെ ഒരു ഈസി സിമ്പിൾ ഡിസേർട്ടാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്രീം ഈവനായിട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ്
ഏതെങ്കിലും ഒരു ബാർ ചോക്ലേറ്റ്, ഞാൻ ഹെർഷീസിൻ്റെ ഡാർക്ക് ചോക്ലേറ്റാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഇത് ഒരു വെജിറ്റബിൾ പീലർ കൊണ്ട് പതുക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇതുപോലത്തെ ഷെയ്വിങ്സ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി സെറ്റായ ആ വിപ്പ് ക്രീം ഒന്നും കൂടി തണുത്ത് ഇരിക്കുമ്പോൾ നല്ല തണുത്തിരിക്കണം അത് സെർവ് ചെയ്യാൻ സമയത്ത്. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്ര സിമ്പിൾ, ഒരു ബേക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു ഈസി ഡിസേർട്ടാണ്. കാരമൽ സോസ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കാരമൽ സോസ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. കണ്ടൻസ് മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാരമൽ സോസിന് വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വിവരം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.